വന്ദേമാതരം വിവാദത്തിൽ വ്യക്തത വരുത്താനാകാതെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ലോക്ഭവൻ വ്യക്തമാക്കിയതോടെയാണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായത്. ലോക്ഭവന് വിശദീകരണത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമായ മറുപടി നൽകാനായില്ല. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തള്ളി മന്ത്രി ടി സിദ്ദിഖ് രംഗത്തെത്തി. താൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഇന്ന് വ്യക്തമാക്കി. അതേസമയം കാസർഗോഡ് ഫ്രീഡം ക്വിസ് വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി BJP ഇന്ന് രംഗത്തെത്തി. വന്ദേമാതരം വിവാദത്തിൽ ഇനിയും വ്യക്തത വരുത്താൻ സർക്കാരിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണം എന്ന ചീഫ് സെക്രട്ടറി ഉത്തരവ് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കാണാം RDX റാപ്പ്. വന്ദേമാതരം വിവാദത്തിൽ ലോക്ഭവൻ ഉത്തരവാദിത്തം നിഷേധിച്ചതോടെയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ വിമർശനം ശക്തമായത്. വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ തയ്യാറായില്ലെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെ തള്ളുന്ന നിലപാടാണ് മന്ത്രിമാരായ ടി സിദ്ദിഖും CP ജോണും സ്വീകരിച്ചത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിന് പിന്നിൽ ആരുടെ നിർദ്ദേശമാണെന്നതിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇതിനിടെ കാസർഗോഡ് ഫ്രീഡം ക്വിസ് വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി കുമ്പളിയിൽ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടി തടയാൻ ശ്രമിച്ച BJP പ്രവർത്തകരെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കൂകി വിളിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ വിട്ടയക്കുന്നതുവരെ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി കുമ്പള പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം ഉപജില്ലയിലെ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രീഡം ക്വിസിൽ VD സവർക്കറെ പുകഴ്ത്തുന്ന ചോദ്യം നൽകിയതാണ് വിവാദത്തിന് കാരണമായത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ലോക്ഭവന്റെ പലതരം ഉത്തരവുകൾ വന്നിട്ടുണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും മാത്രമായിരുന്നു വന്ദേമാതരം വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ഇന്നത്തെ പ്രതികരണം. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെ തള്ളുന്ന നിലപാടാണ് മന്ത്രി ടി സിദ്ദിഖ് സ്വീകരിച്ചത്. വന്ദേമാതരം പൂർണ്ണമായി പാടുന്നതിനെ തള്ളി മന്ത്രി CP ജോണും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇന്ന് രംഗത്തെത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റെ നിലപാട് എന്താണെന്ന്. പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. സർക്കാരിന്റെ നയത്തിനും വീക്ഷണത്തിനും അനുസരിച്ചല്ലാതെ പോകുന്നതായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റ് കീഴിൽ വാഴില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സവർക്കറെ വാഴിപ്പിക്കലും അനുബന്ധ സംവിധാനങ്ങളുമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഗവൺമെന്റ് കീഴിൽ നടക്കില്ല. വന്ദേമാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷെ അതിന്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19ാം നൂറ്റാണ്ടിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതിൽ അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല, ഭക്തിഗാനങ്ങളോട് അലർജിയൊന്നുമില്ല. പക്ഷേ അതൊരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ ആലപിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ട് പണ്ട് AICC തീരുമാനിച്ച അത്രയും ഭാഗം അത് പാടിയാൽ മതിയെന്നാണ് CM. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടങ്ങുന്ന വർക്കിംഗ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ആ തീരുമാനമാണല്ലോ അവരുടെ മനസ്സിലിരിക്കുന്നത്. അതാണല്ലോ ഒഫീഷ്യൽ തീരുമാനം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഒരു തീരുമാനം എടുക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റ് കർശന നിർദ്ദേശത്തിൻ്റെ ഭാഗമാണെന്ന് മറ്റു മന്ത്രിമാർ പറയുന്നതും തെറ്റാണ് എന്നിപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണെങ്കിൽ എന്തൊക്കെയാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് സമയത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ സീരീസ് ഓഫ് ഇഷ്യൂസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട I sang that full version, no? Yes, sir. That itself is my message. ഇന്ന് BJP വന്നതായിട്ട് പ്രതിഷേധം നടത്തുമ്പോൾ ഇത് സ്കൂൾ കോമ്പൗണ്ടാണ് പറയുന്നത്. അപ്പൊ BJPക്ക് ഒരു ന്യായം, SFIക്ക് ഒരു ന്യായം, DYFിക്ക് ഒരു ന്യായം. ഇതാണോ ഈ സർക്കാർ കാണിക്കുന്നത്? ഇത് നമ്മൾ വിടുന്നില്ല, വെറുതെ വിടുന്നില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി BJP വിടുകയില്ല. ML അശ്വിനിയൊക്കെ ഭയങ്കര സമരത്തിലായിരുന്നു. അതായത് ഇതിപ്പോൾ വന്ദേമാതരം പക്ഷേ ഓഗസ്റ്റ് 15-ാം തീയതി വീണ്ടും വിവാദമാകും. ഇത് അങ്ങനെ പെട്ടെന്ന് കെട്ടടങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. എന്താ ഇതുവരെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രശ്നമൊന്ന്? ഇതിൽ സത്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലുള്ള താല്പര്യം?
കേന്ദ്ര സർക്കാരിന് ഒറ്റ താല്പര്യമേ ഉള്ളൂ, വന്ദേ ഭാരതം പൂർണ്ണ രൂപത്തിൽ എല്ലാ പൗരന്മാരെ കൊണ്ടും പാടിക്കുക. അതിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് ഇത് വേണ്ടെന്ന് വെച്ചത്. എനിക്ക് ആ CP ജോണിന്റെ പ്രതികരണം കണ്ടപ്പോൾ ഒരു ചെറിയ കൗതുകം തോന്നി. അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് ഭക്തി എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് പ്രശ്നമല്ലേ എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്ത് അത് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്താ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് വെച്ചാൽ ഇന്ന് CP ജോൺ മന്ത്രിയായി. അതെ, അപ്പോൾ ഏതായാലും ഈ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അതൊരു പ്രശ്നമാണെന്ന് അങ്ങനെയല്ല. അതായത് ഒരു മറ്റ് എല്ലാ ഇതൊരു എന്താണ് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം പ്രകീർത്തിക്കുന്ന ഒന്ന് അത് ദേശത്തിൻ്റെ അടയാളമായി കാണിക്കുകയും അതിന് മുഴുവൻ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ അതിനെ ആദരിക്കുകയും ചെയ്യുന്ന രീതി വേണ്ടതില്ല. അതിന് അല്ലെങ്കിൽ കീഴ്പ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ആദ്യത്തെ ആ 2 പാര മാത്രം എടുക്കാൻ തീരുമാനിച്ചത്. അത് എത്രയോ കാലമായി. നമ്മുടെ സനീഷ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ആകാശവാണി രാവിലെ കേട്ട് തുടങ്ങുന്നത് വന്ദേ മാതരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് മാനപ്പാഠമാണ് എല്ലാ ആളുകൾക്കും. അപ്പോൾ അങ്ങനെയാണ് അതൊരു വളരെ സുന്ദരമായ ഗീതമാണ്. അത് ആ നിലയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ദേശീയ ഗാനം പോലും എന്താണ് പൂർണ്ണമായ അർത്ഥത്തിൽ ദേശീയ ഗാനത്തിൽ എൻ്റെ മുഴുവൻ വരികളും എടുത്തിട്ടല്ലല്ലോ ദേശീയ ഗാനം ആക്കിയത്, അല്ലെങ്കിൽ ആ കവിതയുടെ മുഴുവൻ വരികളും എടുത്തിട്ടുള്ള ദേശീയ ഗാനം ജനഗണമന എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദേശീയ ഗീതത്തിൻ്റെയും ഒരു നിശ്ചിത ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ വായിച്ചു വരുമ്പോൾ ഈ ഒരു ഹിന്ദുത്വ വിശാല അർത്ഥത്തിലുള്ള ഒരു ദേശരാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് അതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത് എല്ലാ ആളുകളും പാടണം എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിനുള്ളത്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്, ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ ബാക്കിയാണ്, പ്രത്യയശാസ്ത്രപരമായി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനോട് വഴങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ തമിഴ്നാട് എന്താ ചെയ്യുന്നത്? തമിഴ്നാട് അത് കേസിന് പോകാനുള്ള തീരുമാനത്തിലാണ്. അതേസമയം കേരളം എന്താണ് ചെയ്തത്? കേരളം ഇപ്പോൾ ആദ്യ ദിവസം സത്യപ്രതിജ്ഞ ദിവസം അത് പൂർണ്ണ രൂപത്തിൽ പാടുന്ന സ്ഥിതിയുണ്ടായി. അത് പക്ഷേ പിന്നീട് വിശദീകരിക്കപ്പെട്ടു. അത് അവർ ഗവർണർ തീരുമാനിച്ച അല്ലെങ്കിൽ രാജ്ഭവൻ തീരുമാനിച്ച മട്ടിലാണ് ആ ചടങ്ങ് നടന്നത് എന്ന്. പിന്നെ അടുത്ത അവസരം വരികയാണ് ഇപ്പോൾ ഈ ലിറ്റ്മസ് ടെസ്റ്റിൻ്റെ അടുത്ത അവസരമാണല്ലോ. അപ്പോൾ ആ സമയത്ത് കാരണം കേരളത്തിലൊരു ഗതികേടിലേക്ക് കേരളത്തെ തന്ത്രപരമായി ഈ യൂണിയൻ സർക്കാർ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. കാരണം ആരാണ് ഇവിടെ ചാമ്പ്യൻ, അതായത് BJP എതിർക്കുന്നതിൽ ചാമ്പ്യനാണ് ആരാണ് എന്നുള്ളതിലുള്ള മത്സരം കൂടിയാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അത് LDF ആണോ UDF ആണോ എന്നുള്ളതാണ്. LDF അല്ല എന്നുള്ളത് പറഞ്ഞ് വിജയിപ്പിച്ചിട്ടാണ് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ വളഞ്ഞു ചുറ്റേണ്ട കാര്യമില്ല. ഇത്തരം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? അത് പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങ് വിശദീകരിച്ചാൽ മതി, അത് പറഞ്ഞാൽ മാത്രം മതി. ഇല്ല, അങ്ങനെയല്ല നമ്മുടെ നയം അല്ലെങ്കിൽ നമ്മുടെ നിലപാടതല്ല. ഈ കാര്യം പറയാൻ വൈകുമ്പോഴാണ് സ്വാഭാവികമായും പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലും ക്ലാരിറ്റി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ട്, ഇങ്ങനെയാണ് ഇനി നടപ്പാകുന്നത് എന്ന് വൈകി. നമ്മൾ ഈ പറഞ്ഞതുപോലെ തീരദേശത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരു വൈകൽ ഉണ്ടായതാണ് പ്രശ്നം. വൈകിയാണെങ്കിലും അങ്ങനെ നമ്മൾ കരുതുന്നു. പക്ഷേ വ്യക്തത വേണം. എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഈ കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് ആ നിലയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേ പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ചെന്നെത്തിയത്? അങ്ങനെയാണ് ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചീഫ് സെക്രട്ടറിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇതാണ്. ഇത് ആ നിലയ്ക്ക് ആക്കപ്പെട്ടിരിക്കുന്നു. ഒരു പൊതുചടങ്ങിൽ ആദ്യം ഔദ്യോഗിക ചടങ്ങിൽ ആദ്യം വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ പാടണം എന്നുള്ളത് ആ നിലയ്ക്ക് തീരുമാനമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ താഴേക്ക് കൊടുക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനവും നിലപാടും കൂടുതൽ ഉറപ്പോടെ നേരത്തെ സർക്കാർ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. അതിന് വൈകി. ഇപ്പോൾ പോലും അന്നത്തെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ് CP ജോണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നതുകൂടി CP ജോണൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഉറപ്പോടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഈ ചർച്ചയാവുന്ന പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. കാരണം എന്താ, ഈ പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് ഒരു പ്രത്യേക അവസ്ഥയിലാണ് UDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് ഇവരെതിർത്ത കാര്യങ്ങളിൽ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിക്കുമ്പോൾ PM ശ്രീ ആദ്യം വരുന്നു. ആദ്യം തന്നെ വന്ദേ മാതരം വന്നു. അത് പിന്നെ നമുക്ക് പറഞ്ഞു നിൽക്കാവുന്ന ഒരു സാഹചര്യം സർക്കാരിനുണ്ടായിരുന്നു. അതിനുശേഷം PM ശ്രീ വരുന്നു. അതിനുശേഷം വഖഫ് ഫണ്ട് വരുന്നു, വഖഫ് വിവാദം വരുന്നു, നിയമവിവാദം വരുന്നു. അത് യോമൻ പ്ലീഡറുടെ നിയമനം വരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വരുന്നു, VCയുടെ നിയമനം വരുന്നു,
ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഇവർ പറഞ്ഞതിന് വിപരീതമാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് ആളുകൾക്ക് തോന്നാൻ തക്കവണ്ണം സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായി വിമർശനം ഉണ്ടാകും. അതിൽ വീണ്ടും അടുത്ത പരിശോധനയ്ക്കുള്ള സമയം എത്തിയിരിക്കുകയാണ്. അത് ഈ വന്ദേമാതരത്തിൻ്റെ രൂപത്തിൽ ആണ് വന്ന് ചാടിയിരിക്കുന്നത്. ഇത് ഇവിടെ മാത്രം തെളിയിച്ചാൽ മതിയോ എന്നുള്ളതാണ് എൻ്റെ വേറൊരു സംശയം. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് ഇതിനകത്ത് നിലപാട് എന്നതുകൂടി അറിയണമല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക അടക്കം തെലങ്കാന അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക ഇത്തരം കാര്യങ്ങളിൽ എന്നതുകൂടി ഈ പരിശോധനയുടെ വിഷയമാകും. സത്യത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിൽ എനിക്കതിനകത്ത് കൗതുകം തോന്നുന്നതാണ് എത്ര സൂക്ഷ്മമായും കൗതുകകരമായുമാണ് കേന്ദ്ര സർക്കാർ BJP അവരുടെ രാഷ്ട്രീയം പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളത്. PM ശ്രീയിൽ ഇവർക്ക് തർക്കിക്കേണ്ടി വരുന്നതാണ് കേന്ദ്രം എത്തിച്ച ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ വഖഫിൽ ഇവർ തമ്മിൽ തർക്കിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് യൂണിയൻ സർക്കാർ എത്തിച്ച ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ വന്ദേമാതരവും BJPയും യൂണിയൻ സർക്കാരും എത്തിച്ച ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഇവർ പരസ്പരം തർക്കിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് ആരാർക്ക് കീഴടങ്ങുമെന്ന് കാത്തിരുന്ന് കാണാം. അല്ല, ഇതിനകത്ത് ഹർഷൻ പറഞ്ഞ അവസാനത്തെ പോയിന്റാണ് കറക്റ്റ്. അതായത് ഇതിൻ്റെ ആത്യന്തികമായിട്ട് ലാഭം ആർക്കാ? അത് BJPക്കാ, സംഘപരിവാരത്തിന്. എന്താ കാര്യം? അതായത് അവരുടെ രാഷ്ട്രീയ പ്രൊജക്റ്റാണിത്. അവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുക കേരളം പോലൊരു സ്ഥലത്ത് എന്നതിലേക്ക് അവർ കാര്യങ്ങൾ എത്തിക്കുന്നു. അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതാണെങ്കിൽ നിയമം മൂലം നിർബന്ധിതമാണ്, അതായത് ഒരർത്ഥത്തിൽ, അതായത് ഈ മുഴുവൻ പാടണം എന്നവർ നിയമമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഗസ്റ്റ് 15-ാം തീയതി പാടിയാലും പാടിയില്ലെങ്കിലും ഇത് ചർച്ചയാണ്. ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞേ പോകാൻ പറ്റൂ. ഇപ്പോൾ സവർക്കറുടെ കാര്യം, പെട്ടെന്നൊരു സ്കൂളിൽ ഒരു ചോദ്യം വരികയാണ്, ഏറ്റവും കൂടുതൽ ഇവിടെ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ശിക്ഷ കിട്ടിയ ആളാണ് എന്ന് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഈ ചർച്ച എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് VD സതീശൻ കേന്ദ്ര സർക്കാരിനോട് സംഘർഷമില്ലാതെ ഇങ്ങനെ പോകണം, ഞങ്ങളാട്ടിൽ കഴിച്ചൽ എന്ന് പറയുന്ന മീനുണ്ട്, ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്ന, അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്ന് പോകാം എന്നാണ് VD സതീശൻ വിചാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് തർക്കത്തിന് പോകേണ്ട എന്നത് അദ്ദേഹത്തിന് സാധിച്ചേക്കും പക്ഷേ രാഷ്ട്രീയം പറയാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയേയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഭരണം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്ന ബേസിന് മുകളിലാണ് അവർ സംഘടന ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായിട്ടാണ് ഇവർ ഓരോരോ സ്ഥാനത്തേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ട് മുകളിലേക്ക് വന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രതിനിധാന രൂപമാണ് നേതാവ്. VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയേണ്ടത്, ഇപ്പോൾ ഒരു കമ്പനിയുടെ CEO, അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുകളിലല്ല കമ്പനിയുടെ CEO ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഹെഡ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ മുകളിലല്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയത്തിന് മുകളിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ അയാൾക്ക് പൊളിറ്റിക്സ് പറയേണ്ടി വരും. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ BJPക്ക് സംഘപരിവാര രാഷ്ട്രീയത്തിനാകെ തന്നെയും മനോഹരമായിട്ട് അവർക്ക് സന്തോഷമേ ഉള്ളൂ ഇക്കാര്യം ചർച്ച ചെയ്യാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. അതുകൊണ്ടാണ് വന്ദേമാതരം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. വന്ദേമാതരത്തെ പറ്റിയുള്ള ചർച്ചകൾ സമൂഹത്തിൽ ആകെപ്പാടെ ഉണ്ടാകുന്നതിൽ BJPക്കും സംഘപരിവാരത്തിനും സന്തോഷമേ ഉള്ളൂ. സവർക്കറെ സംബന്ധിച്ച ഒരു ചർച്ച സമൂഹത്തിലാകെ ഉണ്ടാകുന്നതിൽ BJPക്കും സംഘപരിവാരത്തിനും സന്തോഷമേ ഉള്ളൂ. അവർക്ക് ഇതുവരെ കേരളത്തിൽ വല്ലാത്തോതിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞ് തറപ്പിക്കാൻ, എറിഞ്ഞ് തറപ്പിക്കാൻ, ആളുകളുടെ ആകെപ്പാടെ വിഷയമാക്കി മാറ്റാൻ കിട്ടുന്ന അസുലഭാവസരങ്ങളാണിതെല്ലാം. ഇതിനിയും കൂടും. കാരണം ഇത് ഓഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞാൽ പാടിയാലും ചർച്ച, പാടിയില്ലെങ്കിലും ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എതിരഭിപ്രായം എന്താണ് എന്ന് ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് പറയേണ്ടതായിട്ട് വരും, CPIM പറയേണ്ടതായിട്ട് വരും, കോൺഗ്രസിന് പറയേണ്ടതായിട്ട് വരും. ഇന്നിപ്പോൾ T സിദ്ദിഖ് പറഞ്ഞല്ലോ, ഇന്ന് സംസാരിച്ച ആളുകളിൽ ഷാർപ്പായിട്ട് പറഞ്ഞ ആളാണ് T സിദ്ദിഖ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളവരെ ആ രീതിയിൽ കണ്ടുകൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ നിലപാട് ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. CP ജോൺ സത്യത്തിൽ ഹർഷ, അതായത് CP ജോൺ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് അല്ലേ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഏക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറയുന്നത് അവസാന ഭാഗത്തൊരു ഭക്തി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഭക്തിഗാനം നാട്ടിൽ പാടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് ഭക്തിഗാനം ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തിഗാനത്തിന് സവിശേഷമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരാൾ ഭക്തിഗാനം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പരിപാടികൾ നടക്കുമ്പോൾ ഒരു വാങ്കുവിളി വരികയാണെങ്കിൽ എല്ലാവരും പ്രസംഗം നിർത്തും, ഇല്ലേ? ഒരു അമ്പലത്തിൽ പരിപാടി നടക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ആദരവ്. അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും മതപരമായുള്ള ചടങ്ങുകളോട്, അതാണല്ലോ സെക്യുലർ ഒരു സംസ്കാരം, ഒരു മതേതര സംസ്കാരം എന്ന് വെച്ചാൽ മതങ്ങളെ നിഷേധിക്കുക, ഏതെങ്കിലും മതത്തിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളതല്ല, എല്ലാ മതങ്ങളെയും അവരുടെ ബഹുമാനത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. CP ജോൺ പറയുന്നിടത്ത് പെശകിയതായിട്ട് എനിക്ക് തോന്നിയത്, യഥാർത്ഥത്തിൽ ഇതിനോടുള്ള കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾക്കാണെങ്കിലും സോഷ്യലിസ്റ്റുകൾക്കാണെങ്കിലൊക്കെ ഉള്ള ഇതിനോടുള്ള എതിർപ്പ്, വന്ദേമാതരത്തിനോടുള്ള എതിർപ്പ്, ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗാനമാണ്.
ഈ ഗാനത്തിനകത്ത് ഉള്ള, അതായത് ആ നോവലിനകത്ത് ഒരു കമ്മ്യൂണൽ സംഘർഷം തന്നെയും, അതായത് ഇതര മതത്തിൽപ്പെട്ട ആളുകളെ ഹിംസിക്കാനുള്ള ആഹ്വാനമുണ്ട് എന്നാണ് വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതര മതത്തിൽപ്പെട്ട ആളുകളെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഹിംസിക്കാനുള്ള ആഹ്വാനം നടത്തുമ്പോൾ അതിനോട് ഉപോത്ബലകമായിട്ട് നിൽക്കുന്നൊരു പാട്ടാണിത് എന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെയും ഇതിനെ എതിർത്ത ആളുകളുടെയും ആ കാലം തൊട്ടേയുള്ള വിമർശം. വന്ദേ മാതരം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇന്ന വരികൾ മാത്രം പാടിയാൽ മതി എന്ന് കോൺഗ്രസും അക്കാലത്തെ രാഷ്ട്രീയ ബുദ്ധിജീവികളും എല്ലാം ചേർന്ന് തീരുമാനമെടുത്തത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്, അല്ലേ? ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അത് അറിയാത്ത പോലെയാണ് CP ജോൺ സംസാരിക്കുന്നത്. സത്യത്തിൽ CP ജോൺ ബുദ്ധിജീവിയാണ്, പക്ഷെ അദ്ദേഹം അറിയാത്ത പോലെയാണ് പറയുന്നത്. എനിക്കത് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ മറന്നുപോയതാണോ? യഥാർത്ഥത്തിൽ ആ പാട്ടിൻ്റെ വന്ദേ മാതരം എന്ന ഗാനത്തിൻ്റെ അവസാന ഭാഗത്ത് ഭക്തിപരമായ അംശമുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ ഭക്തിപരമായ അംശം ആ നോവലിനകത്ത് ഉപയോഗിച്ചത് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് എതിർക്കപ്പെടേണ്ടത് എന്നാണ് അക്കാലത്ത് എതിർത്ത ആളുകൾ പറഞ്ഞത്. അപ്പോൾ വന്ദേ മാതരം നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. AR റഹ്മാൻ വന്ദേ മാതരത്തിന് മ്യൂസിക് ഇട്ടത് ഓർമ്മയില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു മ്യൂസിക് അവിടെ വരും. വന്ദേ മാതരം നമ്മൾ ഹർഷം പറഞ്ഞ എത്രയോ കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് ചൊല്ലാൻ അറിയാം, എല്ലാവർക്കും ചൊല്ലാൻ അറിയാം. പക്ഷേ അത് മുഴുവനായിട്ട് ചൊല്ലുന്നതിൽ ഈ പ്രശ്നമുണ്ട്. അതോട് ചേർത്താണ് ഹർഷം പറഞ്ഞ ആ പ്രശ്നം കൂടിയുള്ളത്. അതായത് ഇതിനകത്ത് ഹിംസാത്മകമായ ഒരു ആഹ്വാനം എന്ന നിലയ്ക്ക് ഈ നോവലിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടതുകൊണ്ട് ഇത് നമ്മുടെ സമ്പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് വരേണ്ടതില്ല, നമ്മുടെ സംസ്കാരത്തിനകത്ത് വരേണ്ടതില്ല അന്നത്തെ ആളുകൾ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയം മാറിയതുകൊണ്ട് ഇവർ ഇത് മുഴുവനായിട്ട് എടുക്കാമെന്ന് തീരുമാനിക്കുകയും അത് നിയമം ആക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ചൊല്ലേണ്ടതായിട്ട് വരും, കാരണം നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവിടെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളായി എതിർപ്പ് പറയേണ്ടി വരും. VD സതീശൻ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ഇങ്ങനെ മീൻ വഴിക്കുന്ന പോലെ പോകാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ഇത് അധിഷ്ഠിതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ BJP നേതാക്കൾ BJPയുടെ കാര്യം പറയും, അങ്ങനെ ഒരു സമൂഹത്തിൽ ചർച്ചയുണ്ടാകും. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു രാഷ്ട്രീയ ധാരണ രൂപപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശനും പറയണം, CP ജോണും പറയണം. ഇതൊരു ചർച്ചയായിട്ട്, അല്ലാതെ ഈ പറയുന്ന പോലെ അധികം ബഹളം ഉണ്ടാക്കാതെ നമ്മുടെ മാറ്റിനടിയിലേക്ക് വലിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കാവുന്നൊരു വിഷയമല്ല ഇത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ഇക്കാര്യത്തെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹം. ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഇതേ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് അത് സമൂഹത്തിൽ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഈ നിലക്ക് അല്ലെങ്കിൽ VD സതീശൻ അധികം ബഹളം ഉണ്ടാക്കേണ്ടത്, ഇത് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതി ചൊല്ലുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള പ്രശ്നം വരും. ഇപ്പോൾ തമിഴ്നാടിനെ മറികടക്കാൻ നോക്കുന്നത് തമിഴ് തായ് വാഴ്ത്ത ആദ്യം പാടട്ടെ, അപ്പോഴും മുഴുവനായിട്ട് പാടണമെങ്കിൽ പാടേണ്ടതായിട്ട് വരും. പക്ഷേ അതിനും മുകളിൽ തമിഴ് തായ് വാഴ്ത്ത് നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയ മേൽനില പിടിക്കാൻ ഇതുകൊണ്ട് പറ്റിയേക്കും എന്നൊരു തോന്നലുകൊണ്ടാണ്. നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ ബദൽ ആലോചിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബോധേശ്വരൻ്റെ സ്വാതന്ത്ര്യ ഗീതം, അങ്ങനെ ഒരു ഗീതം, കേരള ഗീതം, ഇത് സംബന്ധിച്ചൊരു ആ തരത്തിലൊരു ആലോചനകളുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അങ്ങനെയൊന്നും ആലോചിക്കുന്നതായിട്ടേ കാണുന്നില്ല. കോൺഗ്രസ് തന്നെയും ഇത് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അങ്ങനെയൊന്നും ആലോചിക്കുന്നതായിട്ട് കാണുന്നേയില്ല. ഇപ്പോൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ചർച്ച വരണം എന്നാണ് BJP വിചാരിക്കുന്നത്. കാരണം ഇതുവരെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നതല്ല, അദ്ദേഹം അവിടെ വലിയ ശിക്ഷ അനുഭവിച്ച ആളാണ്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആളാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന അഭിപ്രായം സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ CPMകാരും CPIക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അത് 6 തവണ അദ്ദേഹം മാപ്പപേക്ഷ എഴുതിയെന്നത് അവരുടെ BJP നേതാക്കൾ തന്നെയും പറയുന്നതാണ്. പക്ഷേ അത് സവിശേഷമായ സാഹചര്യത്തിലാണെന്ന് ന്യായീകരണമുള്ളത്. പക്ഷേ ഒരൊറ്റ തവണ പോലും 22-ാം വയസ്സിൽ ഭഗത് സിംഗ് ഇതേ മാപ്പപേക്ഷ എഴുതാൻ തയ്യാറാവാതെയാണ് ഈ തൂക്കുമരത്തിലേക്ക് പോയത് എന്നതാണ് ഇതിനെ എതിർക്കുന്ന ആളുകളുടെ പല ന്യായങ്ങളിലൊന്ന്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ വരും. അപ്പോൾ ആ രാഷ്ട്രീയ വിഷയങ്ങളോട് ഇങ്ങനെ അതൊരു ഭക്തിഗാനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈലൻ്റായിട്ട് ഇളം തന്നൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് CP ജോണിനും താൽക്കാലികമായിട്ട് ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് VD സതീശനും പോകാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. സിദ്ദിഖ് പറഞ്ഞതുപോലെ ഉറച്ച് തങ്ങളുടെ രാഷ്ട്രീയം ഇന്നതാണെന്ന് പറയേണ്ടുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ സതീഷ് പറഞ്ഞു നിർത്തിയതിനോട് ചേർത്ത് വയ്ക്കാനുള്ളത്, അതായത് ഇപ്പോൾ ആദ്യത്തെ ഈ വന്ദേമാതരം വിഷയത്തിൽ ഇത് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനിൽ, അത് ചീഫ് സെക്രട്ടറിയിൽ നിന്നാണ്. ഇപ്പുറത്തൊരു അധ്യാപകനിൽ നിന്നാണ് സവർക്കർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സവർക്കറുടെ കാര്യം പറയുമ്പോൾ അതിലൊരു ശിക്ഷ, ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആൾ, ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്ത ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് സ്വാഭാവികമായിട്ടും 50 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. എത്ര വർഷമാണ് ശിക്ഷിച്ചത്? 50 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 50 വർഷത്തേക്ക് ബ്രിട്ടീഷുകാർ, അതല്ല 50ൻ്റെ വലുപ്പം അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണിത് ഈ ആ നിലയ്ക്ക് വിലയിരുത്തി പോകുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അന്ന് ജീവപര്യന്തം കൊടുത്താൽ ജീവപര്യന്തമാണ്. ഇന്നിപ്പോൾ മരിക്കുന്നത് വരെ കിടക്കണം. പക്ഷേ
ഇത് 50 വർഷം എന്നുള്ള നിലയ്ക്ക് ഈ ജീവപര്യന്തവുമായി, അതായത് മരണം വരെയുള്ള ഒരു ശിക്ഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ആ നിലയ്ക്ക് നമ്മൾ കണക്കാക്കണം. മാത്രമല്ല എത്ര പേര് ആ കാലത്ത് ഈ ഇദ്ദേഹം അല്ല 13 പേരാണ് അവിടെ ഇദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം 13 വർഷം. അതായത് സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് പറയാനാവില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. എപ്പോൾ വരെ? ഏതാണ്ട് 1910-11 കാലം വരെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്. പക്ഷെ പോയതിന് ശേഷം അദ്ദേഹം ഈ 13-ാം വർഷം അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ, ജയിലിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, ത്രൈലോക്യനാഥ് ചക്രവർത്തി 30 വർഷമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. 30 വർഷം. ബാബ ഗുർമുഖ് സിംഗ് 26 വർഷം കിടന്നു. യോഗേന്ദ്ര ശുക്ല 17 വർഷം കിടന്നു. സജീന്ദ്രനാഥ് സന്യാൽ 15 വർഷം കിടന്നു. അനന്ത സിംഗ് 20 വർഷം കിടന്നു. ഈ ഗദർ പാർട്ടിയിലെ വിപ്ലവകാരികൾ മിക്കവാറും പേര് 30 വർഷമാണ് കിടന്നത്. 30 വർഷം അങ്ങനെ കിടന്നിട്ടുള്ള ആളുകളാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോഴാണ് 13 വർഷം കിടന്നതിന് ശേഷം 6 തവണ മാപ്പപേക്ഷ കൊടുത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങിയ ആൾ ഇനി വെറുതെ പുറത്തിറങ്ങി മാത്രമല്ല സനീഷ്, അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ കൊടുത്ത ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും എല്ലാം തൂക്കിക്കൊന്നത് ശിക്ഷയല്ലേ? അത് കടുത്ത ശിക്ഷയല്ലേ? അപ്പോൾ അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിശദീകരിക്കേണ്ടത് വിചാരിച്ചാണ്. നമുക്ക് വീണ്ടും ഇതിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. അതായത് ഭഗത് സിംഗിന് 22 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം തൂക്കിക്കൊല്ലപ്പെടുമ്പോൾ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാപ്പപേക്ഷ എഴുതി. ഇതേ അപേക്ഷ ബ്രിട്ടീഷുകാരോട് എഴുതിയപ്പോൾ ഭഗത് സിംഗ് ജയിലിൽ നിന്ന് അച്ഛനയച്ച കത്ത് വളരെ പ്രശസ്തമാണ്. അതായത്, അച്ഛാ, എൻ്റെ പേരിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് താങ്കൾ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി മാപ്പപേക്ഷ എഴുതിയത് ബ്രിട്ടീഷ് അധികാരികൾക്ക്. ഞാൻ പക്ഷേ അങ്ങനെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ഇത് ചെയ്തത് എനിക്ക് അങ്ങേയറ്റത്തെ ഹൃദയവേദന ഉണ്ടാക്കി, രോഷമുണ്ടാക്കി. ഇത് ചെയ്യരുത് എന്ന് ഞാൻ താങ്കളോട് ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോയത്. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം പറയേണ്ടതായിട്ട് വരും. അതെ, വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ മഹാത്മാഗാന്ധി ഇതേ കാര്യം, അതായത് സവർക്കർ 60 രൂപ വെച്ച് എല്ലാ മാസവും കൈപ്പറ്റിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. അതേസമയം മഹാത്മാഗാന്ധിക്ക് 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞത് വേണ്ടെന്ന് അദ്ദേഹം കത്തെഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 2 തരത്തിൽ പ്രവർത്തിച്ചവർ ഇവിടെയുണ്ട്. സ്വാതന്ത്ര്യ സമര രംഗത്ത് ആ സമര തീച്ചുളയിലേക്ക് ആ മട്ടിൽ എടുത്തു ചാടിയ ആളുകളുണ്ട്. ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണല്ലോ. ആ വധശിക്ഷ ഏറ്റുവാങ്ങിയ ഭഗത് സിംഗ്, അല്ലെങ്കിൽ ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും 1931 ഇങ്ങനെ തൂക്കുകയറിലാടുമ്പോൾ അതേക്കുറിച്ച് എന്ന് മിണ്ടിയിട്ടില്ല സവർക്കർ. ചർച്ച ചെയ്ത ഒരുപാട് പോണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ ഉയർത്തിവിടാൻ രാഷ്ട്രീയ പക്ഷങ്ങൾ അവരവരുടേതായ താല്പര്യം കൊണ്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ചോദ്യം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വന്ദേ മാതരം പോലുള്ള പാട്ടുകളുടെ കാര്യങ്ങൾ വരുന്നത്. അത് രാഷ്ട്രീയം ചർച്ച ചെയ്യാനായിട്ട് ആ പക്ഷം ശ്രമിക്കുന്നത് തന്നെയാണ്. അത് അവർക്ക് അനുകൂലമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് രാഷ്ട്രീയ ചർച്ചകൾ നടത്തണം. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണല്ലോ, പരസ്പരം എതിർത്തും രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയും ഓരോരുത്തർ പോയിന്റ് വെച്ചും പുതിയ നമ്മുടെ സൊസൈറ്റിക്കകത്തെ പ്രശ്നങ്ങൾ എന്താണ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്താണ്, ചെറുപ്പക്കാരെയും കുട്ടികളെയും അറിയിച്ചുമാണ് സമൂഹം മുന്നോട്ട് പോവുക. അതിൽ നിന്ന് പക്ഷേ എന്തിനാണ് കോൺഗ്രസ് ഒരല്പം ഒരു സ്റ്റെപ്പ് പിന്നോട്ട് നിൽക്കുന്നത്? അതിൻ്റെ അവസാനം കുറച്ചൊരു ഭക്തിഗാനം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളത് പാടാതിരിക്കുന്നതെന്ന് CP ജോണിനെ പോലൊരു മാർക്സിസ്റ്റ് മന്ത്രി പറയുന്നതെന്ന് എനിക്ക് യഥാർത്ഥമായിട്ടും സംശയമുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. വരും ദിവസവും ചർച്ച ചെയ്യേണ്ടി വരും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവനായും പാടണം എന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയാണ് വിവാദം കനക്കുന്നത്. ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഉത്തരവ് നൽകിയത് എന്ന വിചിത്ര വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. വന്ദേമാതരം മുഴുവനായും പാടുന്നതിനെ ദേശീയതലത്തിൽ കോൺഗ്രസ് എതിർക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരമൊരു ഉത്തരവ് വന്നത് എന്നതാണ് അതിലെ കൗതുകമുണ്ടാക്കിയ കാര്യം. നേരത്തെ VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേമാതരം പാടിയത് ആ ഘട്ടത്തിലൊരു ചർച്ചയായിരുന്നു. എന്നാൽ ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ് വന്ദേമാതരം പാടിയത് എന്നും തങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അന്ന് പറഞ്ഞത്. വീണ്ടും ഇതേ വിഷയത്തിൽ വന്ദേമാതരത്തിൻ്റെ പേരിൽ വിവാദം കനക്കുമ്പോൾ പ്രതികരിക്കാൻ VD സതീശൻ ഒന്നുകൂടെ തയ്യാറാകില്ലേ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഡൽഹി ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴങ്ങും. ചരിത്രത്തിലാദ്യമായിട്ട് സൃഷ്ടിച്ചതു മുതൽ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവാദങ്ങളിലൂടെ കടന്നുപോയ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ഓഗസ്റ്റ് 15 സംസ്ഥാനത്ത് ആലപിക്കപ്പെടുമോ? അതേ തുടർന്ന് എന്തൊക്കെ രാഷ്ട്രീയ ചർച്ചകളായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.